പക്ഷെ ആ മാർഗരേഖയിലുള്ള കാര്യം എന്താന്ന് എനിക്ക് പറയാൻ പറ്റുന്നതുകൊണ്ട് അയ്യപ്പൻ കോണാട് റിപ്പോർട്ടാണെങ്കിലും വിവരം തരാൻ കുറെ ആളുകൾ ഇനിയും അതിന്റെ ഉള്ളിലുണ്ട്, പേര് ഞാൻ വെളിപ്പെടുത്തൂല. എന്താ കാര്യം? പിന്നെ നമുക്ക് വിവരം കിട്ടൂല എന്നുള്ളത് കൊണ്ടാ, അല്ലാതെ ഇവരെ പേടിണ്ടായതുകൊണ്ടൊന്നല്ല. നരിമടയെന്ന് ഇറങ്ങിയ എനിക്ക് എന്തിനാ പൂച്ചനെ പേടിക്കണ കൂട്ടത്? അതുകൊണ്ടല്ല. ആ മാർഗരേഖയിൽ എന്താ പറയുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? എന്റെ ശബ്ദം കേൾക്കുന്ന ഡിവൈഎഫ്ഐയുടെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. എന്താ പറയുന്നതെന്ന് അറിയോ? കേഡർ നിലവാരത്തിലേക്ക് ഉയർന്ന പാർട്ടി മെമ്പർമാർ മതപരമായ ചടങ്ങുകൾ സംഘടിപ്പിക്കുകയോ മതപരമായ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുകയോ പാടില്ല എന്ന CPIM-ന്റെ തിട്ടൂരം. ഈ തിട്ടൂരം നടപ്പിലാക്കാൻ തീരുമാനിച്ചു CPM എന്ന് പറയുന്ന പാർട്ടിയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട CPM-നകത്ത് ഉൾപ്പെട്ടിട്ടുള്ള എന്റെ ഹൈന്ദവ സഹോദര, ചോദിക്കട്ടെ സ്നേഹപൂർവ്വം, താങ്കൾ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ നിൽക്കുന്നിടത്തോളം കാലം താങ്കളുടെക്കോ താങ്കളുടെ കുടുംബാംഗങ്ങൾക്കോ ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ? സാധിക്കില്ല. പിന്നെ നിങ്ങൾ എന്തിനാ പാർട്ടിയിൽ നിൽക്കണം? CPM-നകത്ത് ഉൾപ്പെട്ടിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരനായ സഖാവിനോട് ചോദിക്കട്ടെ, പ്രിയ സ്നേഹിത സഹോദര, താങ്കളും താങ്കളുടെ കുടുംബാംഗങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ടാണെങ്കിൽ പോലും CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് നിൽക്കുന്നിടത്തോളം കാലം താങ്കൾക്കോ താങ്കളുടെ കുടുംബാംഗങ്ങൾക്കോ പരിശുദ്ധമായ റമദാനിൽ നോമ്പ് നോക്കാൻ പറ്റുമോ? നോമ്പ് നോക്കുന്നത് വ്യക്തിപരമാണ്. ഒരാളുടെ നോമ്പ് മറ്റൊരാൾക്ക് അറിഞ്ഞോളണമെന്നില്ല. എന്നാൽ റമദാനും കഴിഞ്ഞ് ശവ്വാൽ മാസപ്പിറവി കണ്ട തൊട്ടടുത്ത പള്ളികളിൽ പോയി സുബ്ഹാനല്ലാഹി വൽ അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചെയ്ത് പഠിച്ച തമ്പുരാന്റെ മുമ്പിൽ 2 റക്അത്ത് സുജൂദ് ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഖാവേ താങ്കൾക്ക് സാധിക്കുമോ? സാധിക്കില്ല. പിന്നെ നിങ്ങൾ എന്തിനാ പാർട്ടിയിൽ നിൽക്കണം? ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് തോന്നും കമ്മ്യൂണിസ്റ്റുകാരുടെ മതവിശ്വാസമില്ലെങ്കിൽ, കമ്മ്യൂണിസ്റ്റുകാരന് ഈശ്വര വിശ്വാസമില്ലേ, നമുക്കെന്താ കുഴപ്പം? അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവൂലേ? എന്നാൽ പ്രിയമുള്ളവരെ, അത് തെറ്റാണ്. കമ്മ്യൂണിസ്റ്റുകാരനെന്നല്ല, ഭൂമുഖത്ത് മനുഷ്യനായി ജനിച്ചവനോ മതവിശ്വാസവും ഈശ്വരവിശ്വാസവും അനിവാര്യമാണ്. എന്തുകൊണ്ട്? നാം ഇത്രയേറെ പുരോഗമിക്കാത്ത കാലത്തും അക്ഷരാഭ്യാസം തൊട്ട് തീണ്ടാത്ത കാലത്തും ആയത്തും ഹദീസും ഖുർആനും കാണാത്ത കാലത്തും ഗീതയും ഉപനിഷത്തുകളും കാണാത്ത കാലത്തും ബൈബിളും സൂക്തങ്ങളും എന്തെന്നറിയാത്ത കാലത്തും നമ്മുടെ പിതാമകന്മാരായ പൂർവ്വസൂരികൾ നമ്മെ പറഞ്ഞു പഠിപ്പിച്ചു പോകുന്നൊരു കീഴ്വഴക്കമുണ്ട്. നമ്മുടെ വല്യച്ഛന്മാർ വല്യപ്പമാർ നമ്മെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. എന്ത്? അവർക്ക് അവരുടെ പേരെഴുതാൻ അറിയില്ലായിരുന്നു എങ്കിൽ പോലും അവർ നമ്മോട് പറയുമായിരുന്നു, പൊന്നുമോനെ പടച്ചോനെ പേടിയുള്ളോനെ പടപ്പുകളെ പേടിക്കൂ എന്ന്. അല്ലേ? പടച്ചോനെ പേടിയുള്ളോനെ പടപ്പുകളെ പേടിക്കൂ. CPM ഇത് കൊണ്ടുവന്നതിന് പിന്നിൽ ഒരു ഇടൻ അജണ്ടയുണ്ട്. അവന്റെ ഏർപ്പാടൊക്കെ അങ്ങനെയാണ്. ഇടുക്കിയിൽ അവരെ പാർട്ടി ഓഫീസ് പോലെ. എന്താ ഇടുക്കിയിലെ CPM-ന്റെ പാർട്ടി ഓഫീസിന്റെ പ്രത്യേകത? ഷട്ടറിട്ട റൂം ഉണ്ടാവും, AKG-ന്റെ ഫോട്ടോ ഉണ്ടാവും, അരിവാൾ ചുറ്റി ആലേഖനം ചെയ്തൊരു കൊടി ഉണ്ടാവും, AKG സെന്റർ പേരുണ്ടാവും. പക്ഷേ ഈ ഷട്ടറും പൊക്കി ഓഫീസിനുള്ളിലേക്കാണ്ട് കടന്നു ചെന്നാൽ മദാമന മസാജ് ചെയ്യണ റിസോർട്ടാണ് കാണാൻ പറ്റുക. എന്ന പോലെ അവന്റെ ഏർപ്പാട്. അവൻ മാർഗരേഖാന്ന് പേര് കൊടുത്തു. അതിന്റെ പിന്നിലൊരു ഇടൻ അജണ്ട ഉണ്ട്. എന്താ കാര്യം? അവൻ തിരിച്ചറിയുന്നു, ഏറെയൊന്നും പഠിച്ചില്ലെങ്കിലും സന്ധ്യക്കൊരു വിളക്ക് വെച്ച് നാമം ജപിക്കാൻ പഠിച്ച ഹൈന്ദവ സഹോദരനായ ദാമോദരന് തൊട്ടടുത്ത മുസ്ലിം ക്രൈസ്തവ ഇതര സമുദായക്കാരെ ശത്രുവായി കാണാൻ കഴിയില്ല. അവനെ മാറ്റിയെടുക്കണം. 5 നേരം റബ്ബിന്റെ സ്വത്തായ തമ്പുരാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന സലീം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ തൊട്ടടുത്ത ഹൈന്ദവ ക്രൈസ്തവ ഇതര സമുദായക്കാരെ ശത്രുവായി കാണാൻ കഴിയില്ല. അവനെയും മാറ്റിയെടുക്കണം. അങ്ങനെ മാറ്റിയെടുത്താലേ പാർട്ടി പറയുന്നിടത്ത് ബോംബ് വെക്കാനും, പാർട്ടി പറയുമ്പോൾ പോലീസ് ജീപ്പ് കത്തിക്കാനും, പാർട്ടി പറയുമ്പോൾ രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ഭീകരവാദ വിധ്വംസക പ്രവർത്തകന്മാരെ വാർത്തെടുക്കാൻ കഴിയുമെന്ന CPM-ന്റെ ഹിഡൻ അജണ്ട അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട് കൂട്ടരെ. അത് രാജ്യത്തിന് അപകടമാണ്. അത് നമ്മുടെ രാജ്യത്ത് തീവ്രവാദം വളർത്തും. അത് നമ്മുടെ രാജ്യത്ത് ഭീകരവാദികളെ സൃഷ്ടിക്കും.
അതുകൊണ്ട് നമുക്കത് വേണ്ട. നമുക്ക് വേണ്ടത് ഭീകരവാദികളല്ല, നമുക്ക് വേണ്ട തീവ്രവാദികളല്ല, നമുക്ക് വേണ്ട വിധ്വംസക പ്രവർത്തനത്തിന്റെ വക്താക്കളല്ല. നമുക്ക് വേണ്ടത് വളരുന്ന തലമുറയ്ക്ക് ഈ രാജ്യത്തെ വളക്കൂറുള്ള